ക്ഷേത്രകാരൻ ശ്രീ എം ജി ശശിഭൂഷൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിഭൂഷൺ, ഒരു ക്ഷേത്രത്തിലെ കാര്യം സർക്കാരിന് മുന്നിലേക്ക് വരുന്നു, അതിൽ തീരുമാനമെടുക്കാം. അതിൽ തീരുമാനമെടുക്കുമ്പോൾ പോലും കൂടിയാലോചനകൾ വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ആചാരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. പക്ഷേ ഇതിപ്പോൾ ഇതുവരെ നിലനിൽക്കുന്ന, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരങ്ങളോടനുബന്ധിച്ചുള്ള പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാൻ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതെന്ത് കരുതിക്കൊണ്ടാണ് അങ്ങനെ? ഇതിനെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തില് വളരെ നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു പോകുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിന്റെ സമയത്ത് അവിടുത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് അടച്ചിടാറുണ്ട് കുറച്ച് സമയത്തേക്ക്. അതുപോലെ തന്നെ നവരാത്രി ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ വിഗ്രഹങ്ങൾക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാറുണ്ട്. ഇതെല്ലാം തന്നെ പഴയ കാലത്തെ ഒരു രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു ആചാരങ്ങളുടെ തുടർച്ചയാണ്. ആ തുടർച്ചയ്ക്ക് പെട്ടെന്ന് നിർത്തലാക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടവരോട് ആലോചിക്കേണ്ടതായിരുന്നു. എന്ന് മാത്രമല്ല, ഇത്തരം ചടങ്ങുകൾക്ക് ഒരു മനോഹാരിതയുണ്ട്, ഭംഗിയുണ്ട്. നമ്മൾ ഒരു വശത്തുകൂടി ടൂറിസം പ്രോത്സാഹനത്തിനായിട്ട് ഗജമേളകൾ നടത്തുന്നു, മറുവശത്തായിട്ട് ഗജമേളകൾ അല്ലെങ്കിൽ ആന എഴുന്നള്ളത്തിന്റെ കാര്യത്തിൽ കർക്കശമായ നിലപാട് കോടതി വഴി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും. അതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടാവും. അതായത് ശ്രീ ശശിഭൂഷൺ, പണ്ട് കാലത്തുള്ള ഉത്സവ നടത്തിപ്പുകളും ആനയെഴുന്നള്ളിപ്പുകൾ, വെടിക്കെട്ടുകൾ, ഇതൊക്കെ ഉള്ള കാലത്ത് നിന്ന് ഇപ്പോൾ ഈ കാലത്തിലേക്ക് മാറുമ്പോൾ എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കപ്പെടണം എന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഈ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ ഭക്തരെന്ന് പറഞ്ഞാൽ സംഘടിതരല്ല എന്ന് സർക്കാർ കരുതുന്നില്ലല്ലോ. അതിന് ശബരിമല തന്നെ നമുക്കൊരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തോട്, ഏറ്റവും ഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തോട് ഇത്തരം നിലപാടുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ പകരം സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള കൂടിയാലോചനകൾ പോലും നടക്കുന്നില്ലല്ലോ. ഏകപക്ഷീയമായ നിലപാടുകൾ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? തീർച്ചയായിട്ടും അവിടെയാണ് അതിനകത്തെ പൊരുത്തക്കേട് ഉള്ളത്. ഇപ്പൊ പ്രിവി പേഴ്സ് നിർത്തലാക്കിയതുപോലത്തെ ഒരു നടപടി ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ കാലത്തെ ഭരണാധികാരികളുടെ അവകാശങ്ങൾ നിർത്തലാക്കിയിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അഖിലേന്ത്യാ തലത്തില് അന്നത്തെ പ്രധാനമന്ത്രി അന്നത്തെ പാർലമെന്റിൽ പോലും അതിന്റെ അംഗീകാരത്തോടുകൂടി എടുത്ത ഒരു നടപടിയാണ്. അത് തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആകട്ടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് നിർഭാഗ്യകരമായി പോയി.